ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ വീഡിയോ പൊടിയരി തന്നെയാണ്. കാരണം നമ്മുടെ ജാനുവിന് തീരെ വയ്യ, സ്റ്റൊമക് പെയിൻ ആണ് ഇന്നലെ തൊട്ടുണ്ട്. അപ്പം ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല, ക്ലാസ്സിൽ വന്നില്ല, ഉച്ചക്കത്തെ ഭക്ഷണം കഴിച്ചില്ല. അപ്പം ഇവർ പറഞ്ഞു ഇവർക്ക് വിശക്കുന്നെന്ന്. ഞാൻ നോക്കിയപ്പോൾ ഇവിടെ പയറുണ്ട്, റിയേന്റെ പയറുണ്ട്, പിന്നെ ഇവരുടെ പൊടിയരിയുടെ അരിയുണ്ട്, പൊടിയരിയുണ്ട്, പിന്നെ അച്ചാറുണ്ട്, ടച്ചിങ്സിനകത്ത് ഉണക്കമീനും ഉണ്ട്. അപ്പം ഞാൻ ഉണ്ടാക്കി കൊടുക്കാന്ന് വിചാരിച്ചു. വയ്യ കേട്ടോ. പിന്നെ ജെയ്മിയാണ് വീഡിയോ എടുത്തോണ്ടിരിക്കുന്നത്. അപ്പൊ ജെയ്മിയെ നമ്മള് ഇടയ്ക്കിടയ്ക്ക് കാണിക്കാം. അപ്പം വീഡിയോ എടുക്കാൻ അവള് വയ്യാത്തോണ്ട് ആളായിരിക്കും എടുക്കുന്നത്. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവരും കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. ഇനി എന്തെങ്കിലും ബെല്ലൈക്കണൊക്കെ അടിച്ചു പൊട്ടിച്ചൊക്കെ നശിപ്പിച്ചാണ്. ഇനി എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ അത് നിങ്ങൾ ചെയ്തോണം. അപ്പം നമ്മുടെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മള് അരി ഇടാൻ പോവാണ്. ഓക്കെ, ആക്ച്വലി എനിക്ക് അങ്ങനെ ഉണ്ടാക്കുന്നത് അറിയത്തൊന്നുമില്ല, ജാഗ്രത പെട്ടിഷാണ്. അപ്പൊ ഇത് ഇനി കഴുകണമെന്ന് തോന്നുന്നു. ഇത് കഴുകിട്ട് തന്നിട്ടുണ്ട് അറിയാ. നമ്മള് പയറിന്റെ വെള്ളത്തോടെ നോക്കിടാൻ തോന്നുന്നു. ഔഷധങ്ങളല്ല, മറ്റേ ന്യൂട്രിയൻസ് ഒന്നും പോവരുത്. അപ്പം ഇതിന്റെ കളർ എനിക്കറിയില്ല, എല്ലാം കൂടെ ചാണകത്തിന്റെ കളറായിട്ടുണ്ട്. അപ്പം നമുക്ക് റൂമില് വെള്ളമില്ല. അപ്പം അപ്പുറത്തുനിന്ന് പോയി മേടിക്കണമെന്ന് തോന്നുന്നു. വേറെ ഉണ്ട്, വെള്ളമുണ്ടോ? ഉത്തരയാണ് നമ്മുടെ റൂമിൽ. കുക്കർ നമ്മൾ വെക്കുന്നതിന് വാഷർ എടുത്ത് പുറത്തിറക്കിയിട്ട് വാഷർ ഈ കുന്തറപ്പെടാണ്ടി മാറ്റി വെക്കണം. ഇതിലൊന്ന് എടുത്തിട്ട് വേണം നമ്മൾ. അതെന്തോ എല്ലാം എടുത്തിട്ടാ വെക്കണ്ടേ. കഞ്ഞിയൊക്കെ സെറ്റാക്കിയിട്ട് കഞ്ഞി അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഞാനും റിയാൻ ജെയ്മിയും കൂടെ ചോറ് കഴിക്കാൻ പോവാണ്. അപ്പം അതുവരെ ഇവര് വെയിറ്റ് ചെയ്യണം. ഞങ്ങൾ പോവാണ്. അപ്പൊ എല്ലാരും ഭയങ്കര സൗണ്ടിൽ പറ. റിയ വന്നിട്ടുണ്ടോ? ഞങ്ങക്ക് തുറക്കാൻ അറിയില്ല, അതുകൊണ്ട് റിയ തുറന്നു തരും. റിയ സേ ഹായ്. ഹായ്. അപ്പൊ ഗൈസ്, കുക്കർ തുറക്കാൻ അറിയാത്തവർക്ക് ഇതെന്തുകൊണ്ടും നല്ല. ഇതെന്താ കേക്കോ? കയ്യിലിട്ട് ഇളക്കാം. ഒരു മിനിറ്റ് ഗൈസ്, വേറെ ഒന്നുമില്ല അല്ല, ഇത് വെള്ളം എന്തോ സംഭവിച്ചു. പക്ഷെ നമുക്ക് കുഴപ്പമൊന്നുമില്ല. അപ്പൊ നമുക്കിനി അടുത്തത് കിടക്കാം കേട്ടോ. കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് ചോദിക്കും. സാരല്ല, കഞ്ഞിയിൽ ഉപ്പിട്ട് തിന്നാലും. അപ്പൊ ഗൈസ്, ഓവറാക്കരുത്, ബുദ്ധിമുട്ട് കേൾക്കരുത്. നല്ല പ്രോട്ടീൻ റിച്ച് ഫുഡാണ്. കാണിച്ച് പ്രോട്ടീൻ റിച്ച് ഫുഡ്. ഉപ്പുണ്ടായോ? അല്ല, ഇവിടെ വയ്യാത്ത എനിക്ക് കഞ്ഞി ഉണ്ടാക്കിയിട്ട് വെട്ടി വീഴുന്ന കഞ്ഞി. ഞാൻ ചോറ് തിന്നിട്ട് വന്നു കേട്ടോ. എനിക്ക് ഉണക്കല് വേണം. ഉണക്കല് വേണമെന്നാണ് പറയുന്നത്. ഭയങ്കര ക്രേവിങ്സാ, എന്താന്നറിയില്ല. ഉണ്ടാക്കാൻ തരാം ഞാനൊരുത്തി ഉള്ളത് കൊണ്ട്. ഒന്നാം തരം കാച്ചി എണ്ണ ഫ്രം ബത്തേരിയിൽ നിന്നും കിട്ടിയതാണ്. കടുകല്ലല്ലോ, ഇതെന്നതാ കുരുമുളകൊക്കെ ഇട്ടിട്ടുണ്ട്, 2 ഇട്ടിട്ടുണ്ട്. ഇതുണ്ടാക്കി തന്ന ജാനുവിന്റെ അപ്പച്ചനെ നമ്മൾ ഈ സമയത്ത് ഓർക്കുന്നു. ഇനി ഇതും ഫ്രം ബത്തേരിയാണ്. ഇതും ജാനു കൊണ്ടുവന്നതാണ്. അപ്പം ഇതിനകത്തുനിന്ന് 2 നല്ല വലിയത് കൊറേ സൈസ് മീനുണ്ട് കേട്ടോ. കളറുള്ള മീൻ, കളറില്ലാത്ത നീളമില്ലാത്ത 4 ഉണക്കമീൻ എടുത്തിട്ടുണ്ട്. അങ്ങനെ ഉണക്കലൊക്കെ ഇവിടെ പൊരിച്ച് സെറ്റപ്പ് ആയിട്ടുണ്ട്. ഇനി കഴിക്കാനും കൂടി ഇരുന്നാൽ മതി, നമുക്ക് കഴിക്കാം. ഇതൊരു മാതിരി നൊസ്റ്റു അടിച്ചിട്ട് ഞാൻ ചാവണ്. പണ്ട് അങ്കൻവാടി മതി. തന്താനി നാനി താനിന്നോ താനേ നാനേനോ. അച്ചാർ ഒരു അമ്മയുടെ സ്നേഹം നിനക്ക് തോന്നുന്നുണ്ടോ? അപ്പൊ ഗൈസ്, സ്നേഹത്തിന്റെ അച്ചിൽ വറുത്തെടുത്ത സ്നേഹത്തിന്റെ അടയാളമാണ് എന്റെ ഈ കഞ്ഞിയുണ്ട്. ഉണക്കലൊക്കെ ഉണ്ട്. ഉണക്ക 2 ഉണക്കമീൻ, നാരങ്ങാച്ചാറ്. Very tasty. Yeah, it's so tasty.
എന്നാ ശരി. കുക്കറിൽ നിന്നും കഞ്ഞി കുടിക്കുന്നു ഗായ്സ്. പാത്രം കഴുകാൻ വയ്യാത്തത് കൊണ്ട് പാത്രം അമ്മൂസ് തന്നെയാണ് കഴുകേണ്ടത്. പറ എങ്ങനെയുണ്ട്? എനിക്ക് നൊസ്റ്റു അടിക്കുന്നു സുഹൃത്തുക്കളെ. ഉണക്കമീനാരാ പറഞ്ഞത്? എന്നെ പൊക്കി പറ. നല്ല രുചിയുണ്ട് ഗൈസ്. സത്യസന്ധമായി പറയാം. എന്റെ അനിയത്തിയും എന്റെ എന്റെ കൊച്ചിന്റെ വയറുവേന പമ്പ നടന്നു നോക്കിയേ. അച്ചാറുണ്ട് കേട്ടോ. അത് വായിലിട്ടപ്പോ തന്നെ പറഞ്ഞു. എന്താ പറയുക, പറയാൻ വാക്കില്ല. ഐ എം സ്പീച്ച്ലെസ്. കഞ്ഞിയുടെ രുചി കൊണ്ട് ഞാൻ സ്പീച്ച്ലെസ് ആയിപ്പോയി. പെപ്സി ഉണ്ടായിരുന്നു. പെപ്സി കുടിച്ച് ഞങ്ങൾ എന്ത് ചാവുന്ന അറിയില്ല. ഞങ്ങളല്ലേ ഇവള് എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. പെപ്സിനെ കുറിച്ചുള്ള കുറച്ച് അറിവ് വേണമെങ്കിൽ ആരെങ്കിലും ആരല്ല ഇതിനൊന്ന് പറഞ്ഞു മനസ്സിലാക്കി. അപ്പൊ നമ്മുടെ വീഡിയോ കണ്ടതിൽ സന്തോഷം. അപ്പൊ എല്ലാരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ 130 സബ്സ്ക്രൈബേഴ്സ്, 130 - 4 ഞങ്ങളാണ്. അപ്പം ഞങ്ങക്ക് 130 സബ്സ്ക്രൈബേഴ്സ് ആയി. പെട്ടെന്നായിരുന്നെല്ലാം അല്ലേ, പെട്ടെന്നായിരുന്നെല്ലാം. അപ്പം കണ്ണുകളൂടെ ഞങ്ങൾ പറയുന്നു. അപ്പം എല്ലാരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൺ അടിച്ചു പൊട്ടിക്കണം. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ വിലയിരുത്തണം കമന്റ് ബോക്സിൽ. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഞങ്ങൾ എന്തെങ്കിലും ഉണ്ടാക്കുന്ന കാണുന്നെങ്കിൽ സജസ്റ്റ് ചെയ്യാം, ഞങ്ങൾ ഉണ്ടാക്കും. ഉണ്ടാക്കിയിരിക്കും. ഉണ്ടാക്കാൻ ഞാനുണ്ട്. എന്ത് പറഞ്ഞാലും ഞാൻ ഉണ്ടാക്കി തരും. നിങ്ങൾ ഇട്ടോ എന്ത് വേണമെങ്കിലും. അപ്പം നമ്മുടെ വീഡിയോ കണ്ടതിൽ താങ്ക്സ്. കൈവെക്ക.